ശ്രീകാന്ത്, ആ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളെ 13 നാളെ അത് 14 ദിവസത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും നമ്മൾ ഡേ വണ്ണിൽ തന്നെ നിൽക്കുകയാണ്. അർജുൻ എവിടെയെന്ന് അറിയില്ല. ഏറ്റവും ഒടുവിൽ മാൽപ്പെ പറയുന്നത് വലിയ കമ്പികളുടെ കൂട്ടങ്ങൾ താഴെ കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ലോറിയാണോ എന്ന് പോലും സംശയമുണ്ടോ എന്ന് എനിക്ക് മാൽപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലോറിയുടെ അംശം പോലും ലോറിയുടെ സൂചന പോലും മാൽപ്പയ്ക്ക് ഇതിനടുത്തിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരും ഇറങ്ങാതെ എടുത്ത് മാൽപ്പെ അദ്ദേഹത്തിന് ജീവൻ പണയം വെച്ച് ഒരു ദൗത്യം നടന്നു. അത് മാൽപ്പെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യാപ്തി. നമ്മൾ അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റമോ നമ്മൾ ആരെയും പഴിക്കുന്നതല്ല. എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അവിടെ ചെയ്യുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റം ഈ ഗംഗാവാലിയുടെ കൊടിയ ഒഴുക്ക് കണ്ട് കരയിൽ നിസ്സഹായമായി നിൽക്കുകയാണ് 14 ദിവസവും. ശ്രീകാന്ത്, ഹഷ്മി, നിലവിൽ ഇത് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി ഇന്ന് ആ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ യോഗം ചേർന്നതിൻ്റെയും ഒക്കെ ഔട്ട്കം വരുമ്പോൾ മനസ്സിലാകുന്നത് സുരക്ഷിതമായ ഒരു എക്സിറ്റ് പ്ലാൻ കർണാടകം തയ്യാറാക്കുന്നു, ആലോചിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് കടുത്ത പ്രഷർ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ പ്രഷർ തന്നെ ഉണ്ടായിരുന്നു. കെ.സി. വേണുഗോപാലിന്റെ പ്രഷർ ഉണ്ടായിരുന്നു, ഡി.കെ. സുരേഷ് കുമാറിന്റെ പ്രഷർ ഉണ്ടായിരുന്നു, എം.എൽ.എക്ക് മുകളിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും വലിയ ടൈറ്റ് പ്രഷറിലായിരുന്നു. അവര് ഈ 13 ദിവസവും അവർ പരമാവധി പരിശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. അതിൽ കാർവാർ എം.എൽ.എയുടെയൊക്കെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതുമാണ്. പക്ഷേ ഒന്നും ഫലം കാണാതെ വരുമ്പോൾ ഹഷ്മി പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡേ വണ്ണിൽ തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണ്. ലോറി കൃത്യമായി എവിടെയെന്ന് സ്പോട്ട് ചെയ്യാൻ ഈ മാൽപ്പയ്ക്ക് പോലും, അകത്തേക്ക് ഇറങ്ങിയ മാൽപ്പയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അർജുൻ എവിടെ, അർജുൻ ആ ബോട്ടിൽ ഇതിലുണ്ടോ, ആ ലോറിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഇതെല്ലാം 1-ാം ദിവസത്തെ ചോദ്യങ്ങളാണ്. 13-ാം ദിവസവും അതേ ചോദ്യങ്ങൾ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഒഴുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് കർണാടക സർക്കാരും പ്രതീക്ഷിക്കുന്നില്ല, ഇതിന് നേതൃത്വം നൽകുന്ന ജില്ലാ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് അനന്തമായി ഇതിങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. എന്തായാലും അവർ തെരച്ചിൽ നിർത്തില്ല, ദൗത്യം നിർത്തില്ല, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ 2 ആളുകളെ കൂടി കാണാനുമുണ്ട്. പക്ഷേ ഈ ഇത്ര കണ്ട് വൈഡായ ഒരു തെരച്ചിൽ, ഇത്ര കണ്ട് ആളുകളുടെ ജീവൻ റിസ്ക് ചെയ്തുള്ള ഒരു തെരച്ചിൽ, വലിയ വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ, അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. ആ സംശയം ഒരുപക്ഷെ നമ്മുടെ ജനപ്രതിനിധികൾക്കും ഉണ്ടാകണം. അതാണ് അവർ തങ്ങളുടെ കടുത്ത അതൃപ്തി ഈ യോഗത്തിൽ അറിയിക്കുന്നതിനും കാരണമായത്. സുരക്ഷിതമായ ഒരു എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് കർണാടക സർക്കാർ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു ഹഷ്മി. അത് സത്യമാണ്. ഈ കാര്യത്തിൽ അവരെ കുറ്റപ്പെടുത്താനോ പഴി പറയാനോ കഴിയില്ല. ഹഷ്മി ഇവിടെ നിന്നും പോയ ആളാണ്. ഹഷ്മിക്കും അറിയാം അവർ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർ ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കുന്നു. മൽപ്പെ എന്ന് പറയുന്ന ഒരാളെ കാർവാർ എം.എൽ.എ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി, നേവി ഇറങ്ങാതിരുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി ഇറങ്ങി, അദ്ദേഹവും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശ്രമങ്ങൾ മാത്രമാണ്. ഹഷ്മി പറഞ്ഞതുപോലെ ആ ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്കിന് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ. 1-ാം ദിവസം എങ്ങനെ നിന്നോ അതേ നിൽപ്പ് നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് കർണാടകം ആലോചിച്ചു തുടങ്ങിയാൽ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റു പോംവഴികളുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കഴിവിന്റെ പരമാവധിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൗത്യം നിർത്തില്ല എന്നുറപ്പിക്കുക, അത് മുന്നോട്ട് പോകും എന്നുറപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ശ്രീകാന്ത്, അത് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാം, നമ്മുടെ മുഖ്യമന്ത്രിക്ക്, അവിടുത്തെ മുഖ്യമന്ത്രി വിളിക്കാം, ദൗത്യം നിർത്തരുതെന്ന് ആവശ്യപ്പെടാം. പക്ഷെ അവർക്ക് നൽകാനുള്ള മറുപടിയും വളരെ കൃത്യമായ ഒരു ക്രെഡിബിലിറ്റിയുള്ള മറുപടി അവർക്ക് നൽകാനുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കുമായിരുന്നു, അത് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ അടക്കം കാണുന്നുണ്ട്, ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ഞങ്ങൾ ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ ഈശ്വർ മാൽപ്പെ എന്ന് പറഞ്ഞ ഈ മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻ ഞങ്ങൾ കൊണ്ടുവന്ന് ശ്രമിച്ചു. ഒഴുക്ക് ഈ പറയുന്നത് 6-8 നോട്ടാണെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഈ ദൗത്യം നിർത്തരുത് എന്നാവശ്യപ്പെടുമ്പോൾ ഇങ്ങോട്ടേക്ക് പറയാനുള്ള മറുപടി അവിടെ പക്കലുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ മനുഷ്യ ഉപശേഷി ചിലവാക്കിക്കൊണ്ട് അനന്തമായ കാലത്തോളം ഒരു രക്ഷാപ്രവർത്തനം തുടരുക, അത് ലോജിക്കലി തന്നെ അസാധ്യവുമാണല്ലോ. ശ്രീകാന്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരച്ചിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ സ്വാഭാവികമായ അവസാനത്തിലേക്ക് പോകുന്നു എന്നാണോ ശ്രീകാന്ത്? ഹഷ്മി, മറച്ചു വെക്കുന്നത് എന്തിന് ഇനി? അത് കാരണം അത് തുറന്നു പറയാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നതുമില്ല. കാരണം ഒരു എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് അവർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഹഷ്മി. അതിന്റെ ചില പൊട്ടിത്തെറികളാണ് തർക്കങ്ങളായും അതൃപ്തി പ്രകടനങ്ങളായും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും അവരവരുടെ ഭാഗം പരമാവധി സുരക്ഷിതമാക്കണം, സേഫ് ആക്കണം.
കാർവാർ MLA-ക്ക് അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്ന പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നറിയാം. നമ്മളത് കണ്ടതാണ്. അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ കൃത്യമായ പട്ടിക റിപ്പോർട്ട് KC വേണുഗോപാലിനായാലും DK ശിവകുമാറിനായാലും കൈമാറും. ജില്ലാ ഭരണകൂടവും നേവിയും അതോടൊപ്പമുള്ളവരും തങ്ങൾ നടത്തിയ പ്രവർത്തനവും തങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളും അവരും കൈമാറും. കേരള സർക്കാരിനെ കുറിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ AK ശശീന്ദ്രൻ മന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നമ്മുടെ സിസ്റ്റം അല്ല ഇവിടെ, നമുക്ക് ഓർഡർ ഇടാൻ കഴിയില്ല, അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശുപാർശ ചെയ്യുക, ഇത് ചെയ്തൂടെ എന്ന് ചോദിക്കുക, അഭ്യർത്ഥന മുന്നോട്ട് വെക്കുക, എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ പങ്കുവെക്കുക, ഇതൊക്കെ ചെയ്യാനേ നമുക്ക് സാധിക്കൂ. കാരണം ഈ സിസ്റ്റം റൺ ചെയ്യുന്നത് കർണാടക സർക്കാരാണ്, അവരാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ ഇവിടെ വരുന്നതും അവരോട് അഭ്യർത്ഥിക്കാനാണ്, അവരുമായി കൂടിയാലോചനകൾ നടത്താനാണ്. അല്ലാതെ നമുക്ക് മറ്റ് പോംവഴികളില്ല എന്നുള്ള കാര്യം നമ്മുടെ ജനപ്രതിനിധികളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഈ 13 ദിവസവും ചെയ്യാനുള്ളതിൻ്റെ പരമാവധി ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഇന്ന് മാൽപ്പെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും ജീവൻ വയ്ക്കും. ഇത് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകും. മാൽപ്പെ ഇന്നും തോറ്റ് മടങ്ങുകയാണെങ്കിൽ, ആ ശ്രമം വിഫലമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ എക്സിറ്റ് പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യും. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. ഓഫ് റെക്കോർഡ് കാർവാർ MLA-യോട് ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട് എന്ന് തന്നെയാണ്. അതവർ നടപ്പിലാക്കാൻ നിർബന്ധിതരാകും. ഓക്കെ, ശ്രീകാന്തും ഷഫീദും വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഡിസൈസീവ് ദിനമാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് അത് കുറയും എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും അത് കുറയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഷഫീദും ശ്രീകാന്തും ഒക്കെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ആ മേഖലയിൽ, ആ നഗരമല്ല, അങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, അവിടെ മഴ ഇല്ല എന്ന് വെച്ചാൽ പോലും ഈ ഗംഗാവാലിയുടെ വിശാലമായി കിടക്കുന്ന അതിൻ്റെ മുകൾ തട്ടുകളിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ കൊടിയ മഴ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ നീരൊഴുക്ക് അങ്ങോട്ടേക്ക് വരും. അടിയൊഴുക്ക് കുറയില്ല. അത് മാത്രമല്ല അവിടുത്തെ പ്രദേശവാസികളോട്, അവിടെ ഉളവറ ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമമുണ്ട്, അവിടെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മാസം ഗംഗാവാലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, മഴ ഈ മാസം ഇങ്ങനെയാണ്, കാറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒഴുക്ക് ഒന്ന് ശമിക്കും വരെ കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. എന്താകും ആ ദൗത്യത്തിൻ്റെ ഭാവി എന്ന ഒരു പക്ഷേ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്.